വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണല്ലോ നമ്മളെ സെക്കൻഡ് സെം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോണ്ടിച്ചേരിക്ക് പോവാം കേട്ടോ. ആദ്യം നമ്മൾ എത്തിയ പാടെ തന്നെ ജാന ഫുഡൊക്കെ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ തട്ടി പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഒരു ലോങ് ജേണി ഒക്കെ അല്ലേ, ഒരു സീറ്റൊക്കെ ബുക്ക് ചെയ്ത് പോയിക്കൂടെയെന്ന്. ഗൈസ് ചിലപ്പോൾ എക്സാം ഡേറ്റ് മാറ്റും, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ സീറ്റ് ബുക്ക് ചെയ്യാറില്ല. കുറച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളെ തമിഴ്നാട്ടിലത്തെ ടീമൊക്കെ കയറി നമ്മൾ വൈബടിച്ച്, അഞ്ചാണെങ്കിൽ തമ്മിലൊരു രക്ഷയില്ല കേട്ടോ. ഒരു 1:45 2 മണി കഴിഞ്ഞാണ് നമ്മൾ സ്റ്റേഷനിലെത്തി, വലിയൂരത്തെത്തി. അവിടെ നമുക്കൊരു ബസ് ഓട്ടോ ഒക്കെ കയറാൻ കേട്ടോ. ആദ്യം നമ്മൾ ചായ കുടിക്കാതാണല്ലോ. പക്ഷേ ഈ ചായ എനിക്ക് ഇഷ്ടമായില്ല, എന്താ സംഭവിച്ചെന്ന് മനസ്സിലായല്ലോ. ഒരു ഭയങ്കര ഫ്ലോപ്പ് സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഫോണിൽ ചാർജ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ചാർജ് കയറ്റാണ്ടായിരുന്നു, കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ലോ ആയിട്ടാണ് അവിടെ നിന്ന് ഓട്ടോ ഒക്കെ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അങ്ങനെ കഷ്ടിച്ച് കൈസ് ബസ് കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത്ര 1.5 2 മണിക്കൂർ കഴിഞ്ഞ ബസ്. അങ്ങനെ അവിടെ എത്തിയിട്ടും അത്യാവശ്യം നടക്കാണ്ട്, കാരണം ആ ടൈമിലൊന്നും ഓട്ടോ ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെ ട്രോളി ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ സ്ലോ ആയിട്ട് അങ്ങ് നടന്നെത്തും. വെയിറ്റ് അധികം താങ്ങേണ്ടി വരുമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളവിടെ എത്തിയ പാടന്നെ ഓൾറെഡി ആരോ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുക്കാൻ പറഞ്ഞത് ഗൈസ്, ഇതൊരു ഈവനിങ് ടൈമാണ്. കാരണം നീറ്റൊന്നും ഉഷാറായി, ഭയങ്കര ക്ഷീണമല്ലേ ട്രെയിനിലൊക്കെ വന്നതിൻ്റെ ശേഷം, ഉറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഈവനിങ് ആയ ശേഷം നമുക്ക് സ്കൂളിലെ വക നല്ല കടിയും ചായയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ചായ മറ്റേ പാൽ ചായയാണ്, അത് ഞാൻ കുടിക്കില്ല. ഞാനാകെ കോഫിയും കട്ടൻ ചായൻ്റെ ആളാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഹോൾ ടിക്കറ്റ് വാങ്ങുന്ന ദിവസമാണ് ഗൈസ്. അതിന് വെയിറ്റ് ചെയ്യാൻ തന്നെ ഹോൾ ടിക്കറ്റ് ഒക്കെ കിട്ടി. ഭയങ്കര പഠിത്താട്ടോ, കാര്യമായിട്ടൊന്നും എഴുതൂല, വേറെ കാര്യം. എക്സാം വന്നെത്തി ഗൈസ്. നേരത്തെ നീച്ചിക്കുന്ന സംഭവം എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടായാൽ മതിയെന്നു, അതാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ മൈൻഡിൽ കേട്ടോ. നമ്മളാണ് ഏറ്റവും ലാസ്റ്റായിട്ട് എത്തുന്ന ഗ്യാങ് കേട്ടോ. പക്ഷേ ഇന്ന് ബസ് ലേറ്റ് ആയി, അപ്പോൾ ബസ്സിനെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ ബസ് വന്നു. ബസ് ഉണ്ടായതുകൊണ്ട് വലിയ സീനൊന്നുമില്ല, നമ്മൾ വേഗം പോവുക. അവിടെ എത്തുമ്പോൾ ഈവനിങ് ആണ്, പിന്നെ നമ്മൾ തിരിച്ച് ലൈൻ ബസ്സിന് വരാം. അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണ്ട, ഓർമ്മ വേണ്ടേ. എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു കോഫി ഷോപ്പ് പോട്ടെ. അവിടെ ആ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ്, അടിപൊളി കോഫിയാണ്, ഒന്നും പറയില്ല. അതും കിട്ടുമ്പോഴൊരു ആശ്വാസം വേറെ തന്നെ കേട്ടോ. ഇതിപ്പോൾ അവിടെ നല്ല നല്ല ഭംഗിയുള്ളൊരു 5 താറാവുണ്ട് ഗൈസ്. ആ ഒരു സ്കൂളുകാരെ വളർത്തണമെന്ന് തോന്നുന്നു. എല്ലാവരും പോയിൻ്റെ ശേഷം ലാസ്റ്റാട്ടോ നമ്മൾ ഇറങ്ങുക. നമ്മൾ ഈ 5 ടീം ലാസ്റ്റ് ആ കോളേജ് അടയ്ക്കാൻ പറ്റാമെന്ന് ഇറങ്ങുക. അങ്ങനെ പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നടക്കാണ്ട്, അപ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ അല്ല, ബാക്കിലൂടെ നമ്മൾ കയറിനെ. പിന്നെ ഈവനിങ് അതിൻ്റെ ശേഷം അടിപൊളി ഒരു പരിപ്പോടെ. പിന്നെ ഞാൻ ഓൾറെഡി അവിടെ നിന്ന് കട്ടൻ ചായ ഉണ്ടാക്കി. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് എക്സാമിൻ്റെത്. അത്യാവശ്യം പഠിച്ചൊക്കെ എന്ത് ഓർമ്മ ഉണ്ടായാൽ മതി, അതാണ് എക്സാമിന് ഏതൊരു പ്രാർത്ഥന. പഠിച്ചിട്ട് 2 അക്ഷരം പഠിച്ചാൽ അത് ഓർമ്മ ഉണ്ടായാൽ മതിയുള്ള ഇതാണ് ഗൈസ്. അങ്ങനെ ടൈമായി. അപ്പോൾ സാരി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സാരി എടുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല, അതാണ് കോമഡി. പാവം ഞാൻ അഞ്ചോൻ്റെ കാല് പിടിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ആരെങ്കിലും കാല് പിടിക്കില്ല ഗൈസ്. ഇതാണ് റൂമിൻ്റെ കോലങ്ങൾ നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ എക്സാമിനല്ലേ നമ്മൾ വന്നത്, അപ്പോൾ അത്യാവശ്യം കച്ചറാക്കി എടുക്കും. ടൈമൊന്നും കിട്ടില്ല ഗൈസ്. കാരണം ഡെയിലി എക്സാമാണ്, ഒരു ദിവസം പോലും ഒഴിവില്ല. ഏതോ 2 എക്സാമിനൊക്കെ മാറ്റമുണ്ട്, ബാക്കി ഡെയിലി എക്സാമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ലാസ്റ്റത്തിൽ ഞങ്ങൾ 5 ആൾക്കാരാണ് ഏറ്റവും ലാസ്റ്റത്തിൽ കേട്ടോ. നമ്മളാണ് നമ്മളെ ബസ് വെയിറ്റ് ചെയ്യലാണ്. അങ്ങനെ നമ്മളെത്തേൻ്റെ ശേഷമാണ് ഡ്രൈവറെ ബസ് എടുക്കുകയുള്ളൂ, അതാണ് കോമഡി. ചിലപ്പോൾ ബോയ്സ് ഉണ്ടാവും, അവർ ചിലപ്പോൾ അവർക്ക് സ്കൂട്ടി ഉണ്ട്, ചില സമയത്ത് അവർ സ്കൂട്ടിയിൽ പോകും, അല്ലാത്ത സമയത്ത് അവർ ഓൾറെഡി ബസ്സിൽ കയറും കേട്ടോ. നമ്മൾ എക്സാം ചെയ്യുന്ന കോളേജിൻ്റെ പേര് പോപ്പ് ജോൺ എന്ന കോളേജാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 10 രൂപൻ്റെ ഒക്കെ ഒരു ദൂരമുള്ളൂ കേട്ടോ. ആൻഡ് ഗൈസ്, നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്ന നമ്മുടെ ടീ ഷോപ്പിലാട്ടോ. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കും ഗൈസ്. ഞാൻ പോയ ടൈമിൽ തമിഴ്നാട്ടിൽ 1 വെയിൽ കിട്ടോ ഗൈസ്. 1 വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ഫീൽ നമുക്ക് തോന്നും. അങ്ങനെ ഗൈസ് ഈവനിങ്ങിൽ ആ ചായ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ചായ കുടിച്ച് അവിടെ പുറത്ത് നമ്മൾ എത്ര എക്സാം ഉണ്ടെങ്കിൽ, പിറ്റേ ദിവസം എക്സാം ഉണ്ടെങ്കിൽ പോലും ചായക്ക് വേണ്ടിയിട്ട് ആ ഒരു നേരത്തിന് വേണ്ടി നമ്മൾ നല്ല സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നൈറ്റ് നമ്മളെ മെയിൻ ഫുഡ് ഫ്രൈഡ് റൈസ് ആട്ടോ. അങ്ങനെ നൈറ്റ് കണ്ടു ഗൈസ്. പിറ്റേ ദിവസം ഇതാ തുടങ്ങിയിരിക്കുന്നു എക്സാം ഡെയിലി തന്നെ സംഭവിക്കുന്നത്, വേറൊന്നും ജീവിതത്തിൽ സംഭവിക്കാൻ തോന്നിപ്പോകുക ഗൈസ്. എക്സാമിന് പോയാൽ ഒന്ന് വേഗം ഷടപടേ തന്നെ കാര്യങ്ങളൊക്കെ കഴിച്ച്. കാരണം നമുക്ക് 9 മണി ആ സമയമാകുമ്പോൾ അവിടെ എത്തണം. ഒരു 8:30 കഴിക്കും ചിലപ്പോൾ ഞാൻ എണീക്കുക. ചിലപ്പോൾ നമ്മൾ 8 മണിക്ക്. ഞാൻ ഈ സാരി ഉടുത്ത് കഴിയേണ്ട ഗൈസ്, അത് വൻ ടാസ്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ. പക്ഷെ എനിക്ക് അറിയാത്തതുകൊണ്ടല്ലോ വലിയ ടാസ്ക്കായി തോന്നുന്നത്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ഗൈസ് ഭയങ്കര ഇതൊരു യാത്ര അടിപൊളി കേട്ടോ. ബസ്സിൽ വരുന്നത് നല്ല ചിലപ്പോൾ സീറ്റ് കിട്ടും, ചിലപ്പോൾ സീറ്റൊന്നും കിട്ടും. അങ്ങനെ ഗൈസ് നെക്സ്റ്റ് ഡേ ആണ് എക്സാമിന്. ഇന്ന് ഈവനിങ് പുറത്ത് പോകാന്നൊരു ചെറിയൊരു പ്ലാൻ കേട്ടോ. എന്താ നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അങ്ങനെ എക്സാമിന് പോയി ഗൈസ്. ഇന്ന് എന്തായാലും വെയിൽ ഗൈസ്, ഒടുക്കത്തെ വെയിൽ. നമ്മളെ കേരളത്തെ വെയിൽ പോലെ അല്ല കേട്ടോ തമിഴ്നാട്ടിലത്തെ വെയിൽ. കത്തിക്കരിഞ്ഞു പോയി ചില സമയം. സത്യമാണ് ഗൈസ്, നമ്മളെ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ ചൂടായിട്ട് നമുക്ക് റോട്ടുമ പോലും നടക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈവനിങ്ങിൽ ഒരു പ്ലാൻ ഉണ്ട് ചെറുതായിട്ട് പുറത്ത് പോകാൻ. ഫസ്റ്റ് നമ്മൾ 2 സ്ഥലമാണ് പ്ലാൻ. ഒന്ന് ബീച്ചും അതേപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് കോളനിയും. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ബീച്ചിലേക്കാട്ടോ പോയത്. കാരണം 2 കണ്ടിട്ടുണ്ട്, പിന്നെ എല്ലാവരും കൂടി നല്ല രസമല്ലേ, ക്ലാസ് എല്ലാവരും ഉണ്ടായിരുന്നു. ബീച്ചിൽ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞൊന്ന് സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് സ്ലോ ആയിട്ട് നമ്മൾ ഫ്രഞ്ച് കോളനിയിലേക്ക് നടന്ന് അവിടെ നല്ല രസമുണ്ടായി. നമ്മളൊരു ഈവനിങ് ആ ഒരു സമയമാകുമ്പോൾ ഫ്രഞ്ച് കോളനിയിൽ എത്തിയത് നല്ലൊരു വൈബായിരുന്നു.
പ്രത്യേക രസം കേട്ടോ കാണാൻ. ഞങ്ങൾ പൊതുവേ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ അല്ലായിരുന്നു ഇപ്രാവശ്യം. നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ അവിടെ എത്തിയപാട് കോഫി ഇല്ലാണ്ട് ഒരടി എനിക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കടയിൽ നിന്ന് കോഫി വാങ്ങിച്ചു. ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. പക്ഷേ സാധാ നമ്മളെ നോർമൽ റേറ്റ് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പല റേറ്റുള്ള കടകളുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. അങ്ങനെ നല്ല ഈ ഒരു ഫ്രഞ്ച് കോളനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടാവും, ഒരുപാട് വില്ലേജ് ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടാവും, നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവും. എഡിറ്റ് ചെയ്യാൻ മടിയോണ്ടാണ് ഗൈസ് ഇതിങ്ങനെ ലാഗായി പോകുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബീച്ചിലിരുന്ന് എല്ലാവരും കൂടി ഒന്ന്, പലരും പല സ്ഥലത്ത് ഇരുന്നു കാണാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും കൂടി ഒന്ന് സെറ്റാക്കി. പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് ഹോസ്റ്റലിൽ കയറാമെന്നുള്ള പ്ലാനായിട്ടോ. ഈ ഒരു പൊറാട്ട ഉണ്ടല്ലോ, ആകെ നമ്മുടെ കൈപ്പത്തിൻ്റെ അത്രേ ഉള്ളൂ, പക്ഷേ ഇതിന് 25 നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ അത് കഴിച്ചപ്പോൾ വയറ് ഫുള്ളായിട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തെക്കാൾ കൂടുതൽ പൊറോട്ടക്ക് പൈസ തമിഴ്നാട്ടിലാണെന്ന്. പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു, ഒരു പ്രത്യേക വൈബായിരുന്നു. എല്ലാവരും സംസാരിച്ചു, കുറച്ചുകൂടി എല്ലാവരും അടുക്കാൻ പറ്റൊരു ട്രിപ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നൈറ്റ് ആകുമ്പോൾ ഒരു ചെറിയ കുളിരുണ്ട് കേട്ടോ. അവിടെ തമിഴ്നാട്ടിൽ എനിക്ക് കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ തോന്നിയ കാറ്റാണ് ഗൈസ്. നല്ല കാറ്റാണ് അവിടെ നൈറ്റ് ആകുമ്പോൾ, വൻ കാറ്റാണ്. നമ്മളെ കേരളത്തെക്കാൾ കൂടുതൽ കാറ്റുണ്ട് എനിക്ക് തമിഴ്. അവർ ഒരു 3 മാസം തന്നെ കാറ്റിൻ്റെ ഒരു കാലാവസ്ഥ ഉണ്ടെന്ന് ഓരെണ്ണം ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ഇത് ഞാൻ വീഡിയോ എടുക്കുക ഗൈസ്, എനിക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ആവശ്യം ഉണ്ടായിരുന്നു ചെറിയ ക്ലിപ്പ്. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ പോകാൻ ടൈമായി, ഏകദേശം ഒരു 11:45 12 മണി ആ സമയമായി നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗൈസ് നെക്സ്റ്റ് വ്ളോഗും കൂടി ഇനി എഡിറ്റ് ചെയ്യും.